യുഎസിന്റെ നേരെ ശക്തമായ ആക്രമണമാണ് ഇറാൻ നടത്തുന്നത്. അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകൾ ഇറാൻ വെടിവെച്ചിട്ടു എന്ന വാർത്ത പുറത്തു വന്നതിന്റെ ആഘാതം കെട്ടടങ്ങും മുൻപേ തന്നെ യുഎസിന്റെ MQ-1 ഡ്രോൺ ഇറാൻ വെടിവെച്ചിട്ടു എന്ന വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി തന്നെ ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതോടുകൂടി തന്നെ യുഎസിന്റെ സൈനിക ബലത്തെയും ആയുധങ്ങളുടെ കരുത്തിന്റെയും അതിനെക്കുറിച്ചുള്ള ആശങ്കകൾ ഇപ്പോൾ വലിയ രീതിയിൽ പങ്കുവെച്ചുകൊണ്ട് വിദഗ്ധരടക്കം രംഗത്ത് വന്നിരിക്കുകയാണ്. യുഎസിന്റെ MQ-1 ഡ്രോൺ വെടിവെച്ചിട്ടതായി തന്നെ ഇറാൻ മാധ്യമങ്ങളാണ് ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്ഫഹാൻ മേഖലയിലാണ് ഇറാൻ ഡ്രോൺ വെടിവെച്ചിട്ടതെന്ന അവകാശവാദം നടത്തുന്നത്. യുഎസ് ഇതിനോട് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എന്നും യുഎസിന്റെ 2 വിമാനങ്ങൾ അവിടെ വീഴ്ത്തിയതായി തന്നെ ഇറാൻ നേരത്തെ അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വരികയാണ് ചെയ്തത്. ഒരു വിമാനം തകർന്നതായി മാത്രമാണ് ഇപ്പോൾ സ്ഥിരീകരണം യുഎസ് നടത്തിയിരിക്കുന്നത്. 1 മാസമായി നീണ്ടു നിൽക്കുന്ന പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇറാനെ പൂർണ്ണമായും കീഴ്പ്പെടുത്താൻ അമേരിക്കൻ സൈന്യത്തിന് സാധിക്കാത്തത് വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ്. കാരണം കഴിഞ്ഞ 20 വർഷമായിട്ട് അമേരിക്ക തങ്ങളുടെ സൈനിക ബലം പ്രകടമാക്കാത്ത ഒരിടം പോലും ഉണ്ടായിട്ടില്ല. ഏതൊരു ആക്രമണത്തെ പോലും നിഷ്പ്രയാസം തകർക്കാൻ ശേഷിയുള്ള സൈനിക സന്നാഹമാണ് അമേരിക്കയുടെ ഭാഗത്തുള്ളത്. എന്നാൽ ഈ 20 വർഷത്തിനിടയിൽ ആദ്യമായി തന്നെ അമേരിക്ക കാലിടറി നിൽക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. യുദ്ധം തുടങ്ങി 1 മാസം പിന്നിടുമ്പോൾ 3 തവണയാണ് ഇറാൻ യുഎസിന്റെ യുദ്ധവിമാനങ്ങളെ ആക്രമിക്കുന്നതും അതിലേറ്റവും കരുത്തായി വരുന്നത് അല്ലെങ്കിൽ ശക്തമായി തന്നെ കണക്കാക്കപ്പെട്ട 15 F-35 യുദ്ധവിമാനങ്ങൾ ഇറാൻ തകർത്തത് അല്ലെങ്കിൽ തരിപ്പണമാക്കിയ രീതിയിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിനോടൊപ്പം തന്നെ ഇപ്പോഴാണ് ഇത്തരത്തിൽ US F-15E സ്ട്രൈക്ക് ഈഗിൾ യുദ്ധവിമാനം ഉൾപ്പെടെ തന്നെ MQ-1 എന്ന ഒരു ഡ്രോൺ കൂടി ഇറാൻ തകർത്തതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ സൈനിക നടപടികൾ ആരംഭിച്ചു തുടങ്ങി. ടെഹ്റാൻ ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളെ ആക്രമിക്കുകയും ഇസ്ലാമിക് റിപ്പബ്ലിക്കിൽ നിന്നുള്ള മിസൈലുകൾ ആണവ ഭീഷണികളാണ് അല്ലെങ്കിൽ ആ ഒരു ഭീഷണികൾ ആണെന്ന് കണക്കാക്കി ആക്രമണങ്ങളെ വലിയ രീതിയിൽ വൈറ്റ് ഹൗസ് ന്യായീകരിക്കുകയാണ് എന്ന വിലയിരുത്തൽ പോലും പുറത്തു വന്നിരുന്നു. ആക്രമണങ്ങളിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമൈനിയും മറ്റ് നിരവധി മുതിർന്ന ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇതിന് മറുപടിയായി തന്നെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആകട്ടെ ഇസ്രായേലിനെതിരെ വലിയ തോതിലുള്ള പ്രതികാര നടപടി അവിടെ പ്രഖ്യാപിക്കുകയും ബാലിസ്റ്റിക് മിസൈലുകൾ, ക്രൂയിസ് മിസൈലുകൾ, ഡ്രോണുകൾ എന്നിവ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അറബ് രാജ്യങ്ങൾക്കുമേൽ പ്രധാനമായും ബഹ്റൈൻ, ജോർദാൻ, ഇറാഖ്, ഖത്തർ, കുവൈറ്റ്, UAE, ഒമാൻ, സൗദി അറേബ്യ, സിറിയ എന്നിവിടങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിൽ അവിടെ തമ്പടിച്ചിരിക്കുന്ന US കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് അഴിച്ചുവിട്ടത്. ഈ സംഘർഷം മേഖലയിലെ ഊർജ്ജാടിസ്ഥാന സൗകര്യങ്ങളെയും സമുദ്ര ഷിപ്പിങ്ങിനെയും ഗുരുതരമായ രീതിയിൽ വലിയ രീതിയിൽ ബാധിക്കുകയും അതൊരു ഭീഷണിയായി മാറുകയും ചെയ്തു. ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷാ സംഘർഷങ്ങൾ കാരണം ആഗോള എണ്ണവില ഗണ്യമായി തന്നെ ഉയരുകയാണ് ഉണ്ടായത്. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ പൂർണ്ണമായും നിയന്ത്രിക്കുകയും ആവശ്യമെന്ന് കരുതുന്ന കപ്പലുകൾ മാത്രമേ കടന്നുപോകാൻ അനുവദിക്കുകയുള്ളൂ എന്നതും വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.